ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ അതിക്രൂരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. തെരുവുനായയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള വാർത്ത. തെരുവുനായയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള ഈ വാർത്ത വരുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. കേസെടുത്തിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവം കർണാടകയിലെ ചിക്കനായകഹള്ളിയിലാണ് നടന്നിട്ടുള്ളത്. തെരുവുനായയെ യുവാക്കൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള പരാതി ഉയർന്നിരിക്കുകയാണ്. കർണാടകയിലെ ചിക്കനായകഹള്ളിയിലാണ് നമ്മുടെയൊക്കെ മനസാക്ഷിയെയും നമ്മുടെയൊക്കെ സദാചാര ബോധത്തെയും ഒക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്ത വളരെ ഗൗരവത്തോടുകൂടി പോലീസ് കാണുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പുരുഷന്മാരുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ലൈംഗികത അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച വ്യാപകമാക്കുന്ന സംഭവമാണ്. കർണാടകയിലെ ചിക്കനായകഹള്ളിയിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ അരികിൽ ഉള്ള ഒരു ഷെഡിലാണ്, ലേബർ ഷെഡ് എന്നാണിത് പറയപ്പെടുന്നത്, ആ ഷെഡിലാണ് നായക്കെതിരെ ഈ രീതിയിലുള്ള അതിക്രമം നടന്നിരിക്കുന്നത് എന്നാണ് ഒരു മൃഗസംരക്ഷണ പ്രവർത്തക പരാതിപ്പെട്ടിരിക്കുന്നത്. ആ മൃഗസംരക്ഷണ പ്രവർത്തകയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രകാരം മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയൽ നിയമം, അതേപോലെ ജീവികൾക്കെതിരായിട്ടുള്ള അതിക്രമം, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിട്ട് ഈ അതിക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തു എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ബെല്ലന്തൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ബന്തല്ലൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന, അവിടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു മൃഗസംരക്ഷണ പ്രവർത്തക അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതി ഇങ്ങനെയാണ്. അവർ ഈ മൃഗസംരക്ഷണ പ്രവർത്തക സ്ഥിരമായിട്ട് ഭക്ഷണം നൽകുന്ന ഒരു തെരുവുനായയുണ്ട്. ആ തെരുവുനായയുടെ പേര് മിലി എന്ന തെരുവുനായയാണ്. മിലി എന്നാണ് ഓമന പേരിട്ട് ആ നായയെ വിളിക്കാറുള്ളത്. അങ്ങനെ മിലി എന്ന പേരുള്ള ആ തെരുവുനായയെ ഒക്ടോബർ 13 ഒരു കൂട്ടം പുരുഷന്മാർ ചേർന്ന് ലേബർ ഷെഡിൽ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് താൻ കണ്ടു എന്നാണ് ഈ മൃഗസംരക്ഷണ പ്രവർത്തക പറയുന്നത്. മിലി എന്ന് പറയുന്ന ഒരു പാവം നായ. ഈ പരാതിക്ക് പിന്നാലെ അവിടെയുള്ള 25-ലധികം CCTV ക്യാമറകളൊക്കെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പരിശോധനയിലാണ് പോലീസ് ഈ നായയെ കണ്ടെത്തിയത് എന്ന് മാത്രമല്ല, നായയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് വന്ന നിലയിലായിരുന്നു. സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ലേബർ ക്യാമ്പിലും പരിസരത്തും താമസിക്കുന്നവരൊക്കെ നിരീക്ഷണത്തിലാണ്. പരിശോധനാ ഫലം എത്തിയ ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ എങ്ങനെ ചെയ്യാൻ പുരുഷന്മാർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തെരുവിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളെയും മറ്റ് സ്ത്രീകളെയും ഒക്കെ പുരുഷന്മാർ അധിക്ഷേപിക്കുകയോ മറ്റ് ഉദ്ദേശത്തോടു കൂടി നോക്കുകയോ ചെയ്യുമ്പോൾ ആ പുരുഷന്മാർക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേടാ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും വീട്ടു മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ഇല്ലേടാ, നായ്ക്കളും ഓമന മൃഗങ്ങളും ഇല്ലേടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുവോ എന്നാണ് ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മളുടെ ഇൻ്റർനെറ്റിൽ, ഡാർക്ക് നെറ്റിൽ അടക്കം ഇപ്പോൾ മനുഷ്യരുമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ അതൃപ്തി വരികയും അത്തരം ദൃശ്യങ്ങൾ നിരന്തരമായിട്ട് ഫോണിൽ കണ്ട് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മറ്റ് താല്പര്യങ്ങളുള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും അത്തരത്തിൽ മൃഗങ്ങളുമായിട്ട് വേഴ്ച നടത്താൻ കഴിയുന്ന രീതിയിലുള്ള കാഴ്ചകളിലേക്ക് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുന്നു അത്തരം സൈറ്റുകളിൽ എന്ന് ഡാർക്ക് നെറ്റുകളിലുള്ള പരിശോധനയും അതിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും പരിശോധിക്കുന്ന സൈബർ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗം അത്തരത്തിലുള്ള വലിയ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് വേണം ഒരു തെരുവുനായയിലൂടെയെങ്കിലും തങ്ങളുടെ ശാരീരിക താല്പര്യങ്ങൾ നിറവേറ്റാൻ സാമൂഹ്യദ്രോഹികളായിട്ടുള്ള ഒരു പറ്റം പുരുഷന്മാർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. തെരുവുനായയുടെ പാവപ്പെട്ട മിലി എന്ന നായയുടെ സ്വകാര്യ ഭാഗത്തുണ്ടായിട്ടുള്ള മുറിവും മറ്റും പോലീസ് പരിശോധിക്കുന്നു. അവിടെ നിന്നുള്ള സ്രവങ്ങൾ പരിശോധിക്കുന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിലൂടെ ഈ സാമൂഹ്യദ്രോഹികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുവശം എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ ഒരു തെരുവുനായ പെട്ടു. തെരുവുനായ അല്ലാതെ ഒരു പെൺകുട്ടിയോ ഒരു കൗമാരക്കാരിയോ ഒരു വിദ്യാർത്ഥിനിയെയോ ഒക്കെ ഈ രീതിയിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കണ്ടാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളതിൻ്റെ വലിയ ആശങ്കയുമുണ്ട്. ഡൽഹിയിലെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നടന്ന കൂട്ടബലാത്സംഗവും അതിക്രൂരമായിട്ട്
ക്രൂരമായിട്ട് ആ ശരീരത്തോട് ആ അക്രമികൾ നടത്തിയ പെരുമാറ്റവും ബസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടതും അടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടുകയും അതിനെതിരെ പ്രതികരിക്കാനായിട്ട് സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം അവിടേക്ക് അണിചേർന്നതുമൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ സ്മൃതിയിലും വിസ്മൃതിയിലുമുണ്ട്. അതൊക്കെ മറന്നുപോയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോഴും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് വിധേയമാകാൻ പാകത്തിന് ഇവിടെ ഈ പറയുന്ന സാമൂഹ്യദ്രോഹികൾ നിലകൊള്ളുന്നു എന്നുള്ള ജാഗ്രതയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്.